പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി വിവിധ കോളേജുകളിലേക്കുള്ള ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള UG അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 15/6/2023 അപ്ലൈ ചെയ്യുവാനായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 350 രൂപയും മറ്റുള്ള എല്ലാവർക്കും 600 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ നടത്തേണ്ട വെബ്സൈറ്റ് പേജ്. ഈ ഒരു പേജിലേക്കുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവൺമെന്റ് കോളേജുകളിലേക്കും അതുപോലെ എയ്ഡഡ് മാനേജ്മെന്റ് കോളേജുകളിലേക്കും കൂടാതെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കും ഏത് വിഭാഗത്തിലുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ഗവൺമെന്റ് കോളേജുകളിലുള്ള പൂർണ്ണമായിട്ടുള്ള സീറ്റുകളും അതുപോലെ എയ്ഡഡ് കോളേജുകളിലുള്ള മാനേജ്മെന്റ് കോട്ട ഒഴികെയുള്ള എല്ലാ സീറ്റുകളിലേക്കും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള 50% വരുന്ന സീറ്റുകളിലേക്കുമാണ് യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് നടത്തുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 10 ഓപ്ഷനുകളാണ് ഈ പറഞ്ഞ ജനറൽ മെറിറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ഓപ്ഷനായി നൽകാൻ വേണ്ടി സാധിക്കുക. ആദ്യം ട്രയൽ അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിക്കുക 20/6/2023. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെന്റ് 21/6/2023 വരും. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 21 മുതൽ 26 വരെയുള്ള ഡേറ്റുകളിൽ ഫീ പേയ്മെന്റ് നടത്തി സീറ്റ് ഉറപ്പുവരുത്താവുന്നതാണ്. പിന്നീട് ക്ലാസ് ആരംഭിക്കുന്ന ഡേറ്റ് 24/7/2023 പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക 28/6/2023 തേർഡ് അലോട്ട്മെന്റ് വരുന്നത് 8/7/2023. അതിനിടയ്ക്ക് 18/7/2023 കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ നടത്തുന്നതാണ്, അലോട്ട്മെന്റ് നടത്തുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. നിങ്ങളുടെ അതേ കമ്മ്യൂണിറ്റി നടത്തുന്ന എയ്ഡഡ് കോളേജ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 10% അല്ലെങ്കിൽ 20% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളായിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ടയുടെ ഒരു ലിങ്ക് അവിടെ കാണിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ഓപ്ഷനുകൾ നൽകുകയാണ് വേണ്ടത്. പരമാവധി 10 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. പക്ഷേ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നൽകുന്ന 10 ഓപ്ഷനുകളിൽ നേരത്തെ ജനറൽ മെറിറ്റിലേക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവ നൽകാൻ വേണ്ടി സാധിക്കുന്നതല്ല. ജനറൽ മെറിറ്റ് സീറ്റിലേക്കുള്ള ഓപ്ഷനിൽ നിന്ന് അവ ഒഴിവാക്കി കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലെ ഓപ്ഷനാക്കി മാറ്റുന്നതാണ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഡീറ്റെയിൽസുകളും മറ്റും എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ വേണം, നിങ്ങളുടെ സ്വന്തം ഉപയോഗത്തിലുള്ള ഫോൺ നമ്പർ ആയിരിക്കണം. അതുപോലെ ഇമെയിൽ ID വേണം. വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. 10th സ്റ്റാൻഡേർഡ് റിസൾട്ടിന്റെ മാർക്ക് ലിസ്റ്റ് കോപ്പി കൈവശം വേണം. അതുപോലെ +2 റിസൾട്ടിന്റെ മാർക്ക് ലിസ്റ്റ് കോപ്പി കൈവശം വേണം. അതുപോലെ കേരളീയൻ ആണ് എന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതും മതിയാകുന്നതാണ്. പിന്നെ റിസർവേഷൻ ലഭിക്കാനായ ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയെന്ന് നോക്കാം. OBC അതുപോലെ OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതാണ്. NCL സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമാണ്. വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ലഭിക്കുന്നത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ ചില OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളും കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതാണ്. ഇതിന്റെ കാലാവധി 3 വർഷമാണ്. ഇത്തരം ഡോക്യുമെന്റ്സുകളെല്ലാം നിങ്ങൾ കയ്യിൽ കരുതിയാൽ മാത്രം മതിയാകുന്നതാണ്. നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇനി ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് കൈവശം കരുതേണ്ടത്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് ഉപയോഗിക്കാവുന്നതാണ്. അക്ഷയ വഴി ലഭിക്കില്ല, വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇത് ലഭിക്കുക. 1 വർഷമാണ് അതിൻ്റെ കാലാവധി. ഇനി എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ എയ്ഡഡ് കോളേജുകളിലും സ്പോർട്സ് കോട്ട സീറ്റുകളുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സ്പോർട്സ് കോട്ട അഡ്മിഷൻ എന്ന സ്ഥാനത്ത് യെസ് എന്ന് നൽകി കോളേജുകൾ സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. കൂടാതെ നിങ്ങളുടെ സ്പോർട്സിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുകയും വേണം. +1 +2 തലത്തിൽ ലഭിച്ചിട്ടുള്ള സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റുകളാണ് പരിഗണിക്കുക. ഇങ്ങനെ ഓരോ കോളേജിലും അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് കൈമാറുന്നതാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുക. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോളേജ് അധികൃതർ നിങ്ങളെ അഡ്മിഷന് വേണ്ടി ഫോണിൽ വിളിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ഓരോ കോഴ്സിലും എത്ര സീറ്റുകളുണ്ട് എന്നീ കാര്യങ്ങളാണ്. ഈ ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്.
ഓരോ കോഴ്സിൻ്റെയും കൂടെ നേരെ നൽകിയിട്ടുള്ള കോംപ്ലിമെൻ്ററി കോഴ്സ് എന്നത് നിങ്ങൾക്ക് കൂടെ പഠിക്കാനുള്ള മെയിൻ സബ്ജക്റ്റിൻ്റെ കൂടെ പഠിക്കാനുള്ള മറ്റ് സബ്ജക്റ്റുകളാണ്. പിന്നെ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കേണ്ടതാണ്. SC ST OEC വിഭാഗങ്ങൾക്ക് ഏകദേശം 1000-ഓളം രൂപ മാത്രമാണ് അഡ്മിഷൻ ഫീസ് വരിക. മറ്റുള്ള എല്ലാവർക്കും ഏകദേശം 2000-ന് മുകളിലുള്ള തുക ഫീസ് വരുന്നതാണ്. കോഴ്സുകൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടാകുന്നതാണ്. പക്ഷേ സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ ഓരോ 6 മാസവും നിങ്ങൾ വലിയ ഫീസ് നൽകേണ്ടതാണ്. 10,000 രൂപ മുതൽ 25,000 രൂപ വരെ ഓരോ 6 മാസവും നിങ്ങൾ സെമസ്റ്റർ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നവർക്കും നന്ദി, നമസ്കാരം.